ഹലോ. SSC RRB പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിവിസിബിലിറ്റി റൂൾസ് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2, 4, 8 തുടങ്ങിയ സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂൾസിനെ പറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു സെറ്റായിട്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പഠിച്ചു പോകാം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഡിവിസിബിലിറ്റി റൂൾസിന് പുറമെ ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട തന്നെ 1-2 കാര്യങ്ങളുണ്ട്. അപ്പം അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണും എല്ലാവരും. ഇനി ആദ്യത്തെ 373. ഓക്കെ, ഇത് രണ്ടും വെച്ച് ഡിവിസിബിൾ ആണോ നമുക്ക് ആദ്യം നോക്കാം. ഈ സംഖ്യ രണ്ടും വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യൂണിറ്റ് പ്ലേസിൽ, അതായത് ഈ അവസാനത്തെ സംഖ്യ മാത്രം എടുക്കുക, ബാക്കിയെല്ലാം മറന്നേക്കുക. അവസാനത്തെ സംഖ്യ മാത്രം നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് ഈ സംഖ്യ രണ്ടും വെച്ച് ഡിവിസിബിൾ ആണോ ഇല്ലയോ എന്ന് നോക്കുക. രണ്ടും വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ ഈ 3നെ രണ്ടും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അങ്ങനെയാണെങ്കിൽ അത് ഡിവിസിബിൾ ആണ്. ഇനി 0 അല്ല, റിമൈൻഡർ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഡിവിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ 3നെ രണ്ടും വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ റിമൈൻഡർ വരും, 1 റിമൈൻഡർ വരും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ 373നെ രണ്ടും വെച്ച് ഡിവിസിബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. 2ൻ്റെ കാര്യം എടുക്കുമ്പോൾ അവസാനത്തെ ഒറ്റ സംഖ്യ മാത്രം എടുക്കുക. ഓക്കെ, ഇനി 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അങ്ങനെ നോക്കുക. ഈ 373 4 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? അവസാനത്തെ 2 സംഖ്യ എടുക്കുക. 2 ആകുമ്പോൾ അവസാനത്തെ ഒറ്റ സംഖ്യ എടുക്കുകയുള്ളൂ. യൂണിറ്റ് പ്ലേസിൽ ഒറ്റ സംഖ്യ മാത്രം. ഇനി 4ൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 2 സംഖ്യ എടുക്കുക. ഓക്കെ, എന്നിട്ട് അത് 4 വെച്ച് ഡിവിസിബിൾ ആണോ ഇല്ലയോ നോക്കുക. 73നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ വരുന്നുണ്ട് അല്ലേ. 72 വരുന്നുണ്ട് 4ൻ്റെ ടേബിൾ, പക്ഷേ 73 വരുന്നില്ല. അതുകൊണ്ട് തന്നെ റിമൈൻഡർ 1 വരും. അതുകൊണ്ട് 73 എന്ന് പറയുന്നത് 4 വെച്ച് പൂർണ്ണമായിട്ടും ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ 373 4 വെച്ച് ഡിവിസിബിൾ അല്ല. 4ൻ്റെ കാര്യത്തിലും പോയി. ഇനി അടുത്ത 8 നോക്കാം. 8 ഒരു സംഖ്യ എന്നിട്ട് അത് 8 വെച്ച് ഡിവിസിബിൾ ആണോ ഇല്ലയോ നോക്കാൻ വേണ്ടി പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ 3 സംഖ്യ, ഇതിന് ആകെ 3 സംഖ്യയുള്ളൂ, അതുകൊണ്ട് മൊത്തം സംഖ്യ എടുക്കുക. ഓക്കെ, 2ൻ്റെ കാര്യത്തിലാണെങ്കിൽ അവസാനത്തെ ഒറ്റ സംഖ്യ, 4ൻ്റെ കാര്യത്തിലാണെങ്കിൽ അവസാനത്തെ 2 സംഖ്യ, 8ൻ്റെ കാര്യത്തിലാണെങ്കിൽ അവസാനത്തെ 3 സംഖ്യ. ഇനി ഇത് 8 വെച്ച് ഡിവിസിബിൾ ആണോ ഇല്ലയോ നോക്കുക. 8ൻ്റെ ടേബിൾ ഈ 373 വരുന്നുണ്ടോ? 373 വരുന്നില്ല. 368 വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ താഴെ വരുന്ന ഏറ്റവും വലിയ സംഖ്യ, ഇതിൻ്റെ അടുത്ത് വരുന്ന 8ൻ്റെ ടേബിൾ വരുന്ന സംഖ്യ. ഇത് കഴിഞ്ഞ് 368 വരുന്നുണ്ടെങ്കിൽ എന്തായാലും 373 വരത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ 373 എന്ന് പറയുന്നത് 8 വെച്ച് ഡിവിസിബിൾ അല്ല. 16, 32 അങ്ങനെ പോകുന്നില്ല. 16ൻ്റെ കാര്യം വരുമ്പോൾ അവസാനത്തെ 4 സംഖ്യ വേണം. അപ്പോൾ അതുകൊണ്ട് അവൻ നോക്കുന്നില്ല നമ്മൾ. ഇനി അടുത്ത് നോക്കാം. 126 2 വെച്ച് ഡിവിസിബിൾ ആണോ? അവസാനത്തെ സംഖ്യ നോക്കി 6 2 വെച്ച് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 126 2 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി 4ൻ്റെ നോക്കാം. 126 4 വെച്ച് ഡിവിസിബിൾ ആണോ? 4 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടി അവസാനത്തെ 2 സംഖ്യ എടുത്തു. 26 4 വെച്ച് ഡിവിസിബിൾ ആണോ? 4ൻ്റെ ടേബിൾ 24 ഉണ്ട്, പക്ഷേ 26 ഇല്ല. അതുകൊണ്ട് തന്നെ 26 4 വെച്ച് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ 126 എന്ന് പറയുന്നത് 4 വെച്ച് ഡിവിസിബിൾ അല്ല. ഇനി 8 നോക്കാം. 126 എന്ന് പറയുന്നത് 8 വെച്ച് ഡിവിസിബിൾ ആണോ? 8ൻ്റെ ടേബിളിൽ 120 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 126 വരത്തില്ല 8ൻ്റെ ടേബിളിൽ. അതുകൊണ്ട് തന്നെ 8 ആയതുകൊണ്ട് അവസാനത്തെ 3 സംഖ്യ നോക്കണം. അതിന് ആകെ 3 സംഖ്യയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവസാനത്തെ 3 സംഖ്യ നോക്കി. ഓക്കെ, 8 വെച്ച് 8ൻ്റെ ടേബിളിൽ 126 വരത്തില്ല. അതുകൊണ്ട് തന്നെ 126 8 വെച്ച് ഡിവിസിബിൾ അല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. 572 2 വെച്ച് ഡിവിസിബിൾ ആണോ? 2 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി അവസാനത്തെ ഒറ്റ സംഖ്യ നോക്കുക. അത് 2 ആണ്. അത് 2 വെച്ച് ഡിവിസിബിൾ ആണ്. 2/2 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഒന്നും വരത്തില്ല, 0 വരും. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ് തരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ 2 വെച്ച് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 572 എന്ന് പറയുന്നത് 2 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി 4 നോക്കാം. 4 നോക്കാൻ വേണ്ടി അവസാനത്തെ 2 സംഖ്യ. 4ൻ്റെ ടേബിൾ 72 ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് തന്നെ 72 4 വെച്ച് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 572 എന്ന് പറയുന്നത് 4 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി 8 നോക്കാം. 8 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടി അവസാനത്തെ 3 സംഖ്യ എടുക്കണം. ഇതിനാകെ 3 സംഖ്യയേ ഉള്ളൂ. അതുകൊണ്ട് മൊത്തം സംഖ്യ എടുത്തിട്ട് അത് വെച്ച് 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. 572 8 വെച്ച് ഡിവിസിബിൾ ആണോ? 8ൻ്റെ ടേബിളിൽ 572 ഉണ്ടോ? 560 ഉണ്ട്. 568 വരുന്നുണ്ട്. ബാക്കി 572 എന്തായാലും വരുന്നില്ല. 8ൻ്റെ ടേബിൾ 568 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 572 വരത്തില്ല. 568 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 8ൻ്റെ മൾട്ടിപ്ലൈ ഏതാണ്? 576 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 572 വരത്തില്ല. അതുകൊണ്ട് തന്നെ 572 8 വെച്ച് ഡിവിസിബിൾ അല്ല. 8ൻ്റെ കാര്യത്തിൽ പോയി. ഓക്കെ, ഇനി അവസാനത്തെ ഒരു എക്സാമ്പിളോട് നോക്കാം. 2464 അത് 2 വെച്ച് ഡിവിസിബിൾ ആണോ? അവസാനത്തെ ഒറ്റ സംഖ്യ മാത്രം എടുത്തു. 4 ആണ്. അത് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ 2464നെ 2 വെച്ച് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി 4ൻ്റെ നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ അവസാനത്തെ 2 സംഖ്യ 64 എന്ന് പറഞ്ഞാൽ 4 വെച്ച് ഡിവിസിബിൾ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ 2464 എന്ന് പറയുന്നത് 4 വെച്ച് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 4ൻ്റെ കാര്യത്തിൽ ശരിയായി. ഇനി 8 നോക്കാം. 8ൻ്റെ കാര്യത്തിൽ നോക്കാൻ വേണ്ടി എന്താ ചെയ്യുക? അവസാനത്തെ 3 സംഖ്യ എടുക്കുക. 464 8ൻ്റെ ടേബിളിലുണ്ട് അല്ലേ. 400 ഉണ്ട്, 64 ഉണ്ട്. അതുകൊണ്ട് തന്നെ 464 8 വെച്ച് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 2464 എന്ന് പറയുന്ന ഈ സംഖ്യ 8 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, റൂൾസ് മനസ്സിലായല്ലോ 2ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും.
സോറി 6 8 2 4 8 16 32 ഇത് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ 16ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ് നോക്കുന്നതെങ്കിൽ അവസാനത്തെ 4 സംഖ്യ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ എഴുതി വെച്ച് നോക്കിയാൽ ഇവിടെ നോക്കി, ഈ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 വെച്ച് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ 4 കൊണ്ട് 8 വെച്ചും ഡിവിസിബിൾ അല്ല. 2 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ 4 വെച്ച് 8 വെച്ചും എന്തായാലും ഡിവിസിബിൾ ആകത്തില്ല. അത് ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ നോക്കി, ഇത് 2 വെച്ച് ഡിവിസിബിൾ ആണ്, പക്ഷേ 4 വെച്ച് 8 വെച്ചൊന്നും ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ 2 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് 4 വെച്ചും 8 വെച്ചും ഡിവിസിബിൾ ആകണമെന്നില്ല. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കി, 2 വെച്ചും 4 വെച്ചും ഡിവിസിബിൾ ആണ് 572, പക്ഷേ 8 വെച്ചല്ല. അപ്പോൾ 4 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് 8 വെച്ച് ഡിവിസിബിൾ ആകണമെന്നില്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇവിടെ നോക്കി, ഇവിടെ 2 വെച്ചും 4 വെച്ചും 8 വെച്ചും ഡിവിസിബിൾ ആണ് 2464. ഇവിടെ നോക്കി, 8 വെച്ച് ഡിവിസിബിൾ ആണ്. ഒരു സംഖ്യ 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ അതെന്തായാലും 4 കൊണ്ടും 2 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അതെന്തായാലും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 2 വെച്ച് ഡിവിസിബിൾ അല്ലെങ്കിൽ 4 വെച്ച് 8 വെച്ചും ഡിവിസിബിൾ ആകത്തില്ല. ഇനി 8 വെച്ച് ഡിവിസിബിൾ ആയെങ്കിൽ ആ 4 വെച്ചും 2 വെച്ചും ഡിവിസിബിൾ ആകും. 4ൻ്റെ 2ൻ്റെ വേറെ പിന്നെ കാണണമെന്നില്ല. ഓക്കെ, ഇതറിഞ്ഞിരിക്കുക. പല കാര്യങ്ങളിലും പല ചോദ്യങ്ങളിലും നമ്പർ സിസ്റ്റത്തിൽ തന്നെയല്ല, മറ്റ് പല ഭാഗങ്ങളിലും ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അവസാനം പറഞ്ഞ ഈ ടേക്ക് അവേസ് ഓർത്തിരിക്കുക നിങ്ങൾ. ഓക്കെ, താങ്ക് യു.